Okay, good morning friends. Construction Management and Safety Engineering Semester 5 ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1ന്റെ രണ്ട് മെയിൻ 2 പോർഷൻ പാരഗ്രാഫ് പോർഷൻസ് ഇപ്പോൾ കഴിഞ്ഞു. തേർഡ് വൺ ആണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് PWD, PSU, then the duties and responsibilities of each overseer, AE, AWE, SC and chief engineer and different types of establishments. Regular or permanent establishment, work charged establishment, then CLR and NMR workers. So നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ പോർഷനാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് PWD or PSU. And we know for the construction and maintenance of the public works such as building roads, bridges, canals, dams and other main works, the government have some engineering departments to carry out these. Okay, so the engineering departments of the government deal with the construction and maintenance of public works such as whatever I said, building roads. അങ്ങനെ എല്ലാ വർക്കുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടാവും. സോ ഈ ഗവൺമെൻറ് നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. So for the construction and maintenance of public works, various engineering departments have been formed by the states and central governments as follows. Central government നോക്കുകയാണെങ്കിൽ Central Public Works Department ഉണ്ട്, CPWD, Post and Telegraph Construction Department ഉണ്ട്, Military Engineering Service ഉണ്ട്, National Thermal Power Corporation ഉണ്ട്, National Hydro Electric Power Corporation Limited ഉണ്ട്, Indian Railways ഉണ്ട്. Indian Railways construction maintenance of permanent ways, buildings and other facilities ആണ് ചെയ്യുന്നത്. Bridge wing ഉണ്ട്, especially for culverts, bridges and tunnels ആണ്. And what this Central Public Works Department will do is they deal with the construction and maintenance of buildings, roads, airfields, docks and harbors related with central government. Central government ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് central PWD, that is CPWD നോക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ എന്തൊക്കെയാണ്? PWD ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മേജർ ആൻഡ് മൈനർ ഇറിഗേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. പബ്ലിക് PHED ഉണ്ട്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. പഞ്ചായത്ത് രാജ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. റോഡ് R&B എന്ന് പറയും, റോഡ്സ് ആൻഡ് ബിൽഡിംഗ്സ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, സിവിൽ, SC കോർപ്പറേഷൻ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ദീസ് ആർ ദ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നെക്സ്റ്റ് ആയിട്ട് വേരിയസ് ഈ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റും ആയിട്ട് തന്നെ ഓട്ടോണമസ് ആയിട്ട് രണ്ടിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ദേ ആർ റെയിൽവേ ബോർഡ്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, NTPC, NHPC, ബ്രിഡ്ജ് കോർപ്പറേഷൻ, ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ, etc. So these are the various departments which deal with the construction of the public works. Okay, and what they will do is these departments mentioned above are responsible for the construction and maintenance of various works within their jurisdiction with the amount provided to them by the government. So അവരുടെ കീഴിൽ വരുന്ന എല്ലാ കൺസ്ട്രക്ഷൻ പ്രവർത്തികളും ചെയ്യാൻ അവർ റെസ്പോൺസിബിൾ ആണ്. വിത്ത് ഇത്ര എമൗണ്ട് വരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. സോ അതിനും കൂടുതൽ പോവുകയാണെങ്കിൽ അതിൻ്റെ പവർ മാറും. സോ വേറെ ഡിപ്പാർട്ട്മെന്റ് അത് കൈകാര്യം ചെയ്യേണ്ടി വരും. ഇനി അവർ ചെയ്യുന്ന വർക്കിന്റെ പ്രത്യേകത വെച്ചാൽ ഇതെല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഈസ് ദ വർക്ക്സ് ആർ ടു ബി ക്യാരിഡ് ഔട്ട് ആസ് പെർ ദെയർ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീജിയർ. ആൻഡ് കുറച്ച് റൂൾസ് ഉണ്ടാവും, അവരുടെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാം ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് PWD ആൻഡ് അതർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ PWD നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ അതിൻ്റെ സ്റ്റേറ്റിൻ്റെ PWDയിൽ അല്ലെങ്കിൽ അത് വരുന്നതിൻ്റെ സ്ട്രക്ചറൽ ട്രീ എങ്ങനെ വരും എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനൊരു മിനിസ്റ്റർ ഉണ്ടാവും. One minister of the legislative assembly of the state may look after one engineering department or two. ഇപ്പം മന്ത്രിമാർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മന്ത്രിമാരിൽ ഓരോ ആൾക്കാർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ തന്നെ മേ ബി ലുക്കിംഗ് ആഫ്റ്റർ 2 or more departments. Next comes the secretary. So every department will have a secretary as IAS officer on behalf of the government.
So first minister, next secretary, then comes the chief engineer. There may be a number of chief engineers to act as head of the concerned engineering departments. This is a tree, chief engineer. Next is circle 1. For every circle there will be one superintending engineer. Below the superintending engineer there are EEs, executive engineer, for every division. Under this executive engineer, deputy executive engineer will be there for every subdivision, and deputy executive engineer, under this it comes AEE or AE or overseer. So assistant executive engineer is equivalent as assistant engineer, and this below this assistant engineer there comes overseer. So in some cases, chief engineer general may be appointed by the government as overall in charge of the engineering departments. So this is the structure of a PWD: minister, secretary, chief engineer, superintending engineer, executive engineer, deputy executive engineer, AEE or AE, and overseer. Next we will discuss the duties of various officers. What are the main duties? So first of all, the main chief engineer. And we know chief engineer is the technical and administrative head of the department, and he is responsible to the secretary of the government for efficient running of the department. So each of the engineering departments has a chief engineer who is administrative head of the department and is responsible to the government. He manages to prepare annual budget estimation relating to the works under his control and administers the grants allotted. So what he does is he submits the budget proposals to the government in respect of all the original and maintenance works in his jurisdiction. So ഈ ചീഫ് എഞ്ചിനീയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാ മെയിൻ വർക്കിനും he prepares the annual budget estimation under his control and administers the grant allotted. എന്നിട്ട് എത്രയാണോ ഗ്രാൻഡ് വരുന്നത് അതിനനുസരിച്ച് he will deal with it. So next he control the expenditure and progress of works against the sanction grant. So എത്രയാണോ ടെക്നിക്കൽ സാങ്ഷൻ ആവുന്നത് അതിനനുസരിച്ച് ഹി വിൽ കൺട്രോൾ ബാക്കി എല്ലാ വർക്കിനും എത്ര എക്സ്പെൻഡിച്ചർ ആണ് അതിനനുസരിച്ച് അതിൻ്റെ പ്രോഗ്രസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത് ചീഫ് എഞ്ചിനീയർ ആണ്. ആൻഡ് ഹി പ്രിപ്പയർസ് ഇമ്പോർട്ടൻറ്റ് സ്കീം റിപ്പോർട്ട്സ് ആൻഡ് ഗെറ്റ്സ് ദ അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ്. He also keeps a close watch on the expenditure of the works and ensures that the sanctioned grant is completely utilized. He tours his entire jurisdiction and inspects major works and solves the bottleneck in the works. He is technically responsible for the soundness of the schemes. Chief engineer are also appointed for major projects. So chief engineer duties ennu vechu kayna he controls primarily the technical aspect in the execution of projects and maintenance works. Technically ellam correct aano nokkum and budget proposal cheyum. Then he exercises control over the expenditure. ഒരു അക്കൗണ്ടൻറ്റ് ജനറൽ ഉണ്ടാവും ചീഫ് എഞ്ചിനീയറിന്. സോ എത്രയാണോ ഓരോ വർക്കിന് എക്സ്പെൻഡിച്ചർ വരുന്നത് അതെല്ലാം നോക്കി കൺട്രോൾ ചെയ്യും. ദെൻ പ്രോഗ്രസ്സിനനുസരിച്ച് ഒരു വർക്കിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് ഹി വിൽ ഡിമാൻഡ് ഫോർ അഡീഷണൽ ഫണ്ട്സ് ഇഫ് റിക്വയർഡ് ആവശ്യമുണ്ടെങ്കിൽ. ആൻഡ് കൺട്രോൾസ് എംപ്ലോയ്മെൻറ്റ്, ട്രാൻസ്ഫർ, ലീവ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദി സ്റ്റാഫ്. കീഴിൽ വരുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നത് ചീഫാണ്. And watches the progress of the works and the expenditure against it with a view that no excess is permitted. So അത് നമ്മൾ പറയുന്നുണ്ട് സാങ്ഷൻഡ് എമൗണ്ട് ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വർക്കിൻ്റെ എക്സ്പെൻഡിച്ചർ അങ്ങനെയാണ്. സോ നമ്മളുടെ എമൗണ്ട് സാങ്ഷൻ ആയത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ചീഫാണ്. നെക്സ്റ്റ് കംസ് ദ സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയർ. So he is responsible to the chief engineer for the following in respect to his circle. So സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയർ ചീഫിൻ്റെ താഴെ വരുന്നതാണ്. സോ ഈ സാറാണ് ചീഫ് എഞ്ചിനീയറിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഹി ഡസ് ഈസ് ഹി എക്സസൈസസ് ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഒറിജിനൽ ആൻഡ് റിപ്പയർ വർക്ക്സ്, ഇൻസ്പെക്ട്സ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക്സ് പീരിയോഡിക്കലി, carries inspection of works under his jurisdiction. A report of such inspection is submitted to a chief engineer responsible for finalizing the schedule of rates of works in the region. Exercises administrative control in respect of recruitment, transfer, discipline of subordinate staffs in his circle, keeps himself
informed about the progress of the work by conducting monthly meeting with executive engineers and contractors. So we know chief engineer ഇതെല്ലാം നോക്കും, പക്ഷേ ചീഫ് എഞ്ചിനീയറിന് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയർ ആണ്. ചീഫ് സാറിൻ്റെ കാര്യങ്ങൾ തന്നെ ഇത്രയും കൂടി ഇലാബറേറ്റഡ് ആയിട്ടാണ് സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയർ നോക്കുന്നത്. സോ വാട്ട് ഹി ഡൂസ് ഇസ് സെയിം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ കൺട്രോൾ ഓഫ് ദ സർക്കിളിൻ്റെ ഓരോ സർക്കിൾ 1, 2, 3 നമ്മൾ കണ്ടു ആ ട്രീ ഡയഗ്രത്തിൽ. ഓരോ സർക്കിളിനുമാണ് ഓരോ SE ഉള്ളത്. സോ ഓരോ സർക്കിളിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ കൺട്രോൾ നോക്കും. ആൻഡ് എക്സസൈസസ് ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഒറിജിനൽ ആൻഡ് റിപ്പയർ വർക്ക്സ്, ഇൻസ്പെക്ട്സ് ദ പ്രോഗ്രസ് ഓഫ് ദ വർക്ക്സ്, arranges procurements of stores required and transfer of surplus material. എല്ലാം പ്രൊക്യൂർമെൻറ്റ് സാധനങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്യാൻ നോക്കുന്നത് ഇദ്ദേഹമാണ്. ആൻഡ് ക്യാരീസ് ഔട്ട് ഇൻസ്പെക്ഷൻ ഓഫ് ഓഫീസസ്, സെയിം തിങ്സ്, എക്സസൈസസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇൻ റെസ്പെക്ട് ഓഫ് റിക്രൂട്ട്മെന്റ്, ട്രാൻസ്ഫർ, ഡിസിപ്ലിൻ. ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ ബോട്ടിൽ നെക്സ് എല്ലാം ഉണ്ടെങ്കിലും വല്ല ഇതും ഉണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നേരത്തെ അതിന് വേണ്ട സൊല്യൂഷൻസ് എല്ലാം കണ്ടുപിടിക്കും. Next comes the executive engineer. Talking about the executive engineer, each circle is divided into a number of divisions and each division is headed by an executive engineer. Executive engineers are the kingpins of engineering department. So ഓരോ ഡിവിഷൻ്റെയും കാര്യങ്ങൾ നോക്കുന്നതാണ് EE. He ensures that all the works in his division are covered by proper sanction and budget allotments are made. He accords technical sanction for works within his financial powers. He has to approve the rates from items not covered by the tender. He should see that the works are carried as per plans and estimates with each deviation, if any, duty authorized by competent authority. He should see that the works are carried out as per plans and estimates. So, proper plan. ഇത്രയും കൂടെ ഒരു വൈഡ് ആയിട്ടുള്ള വിഷൻ ഓരോ വർക്കിനും കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ബിക്കോസ് ഓരോ ട്രീയുടെ താഴത്തോട്ട് വരുമ്പോഴും അവരുടെ ഏരിയ കുറഞ്ഞു വരികയാണ്. സോ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഇത്രയും കൂടെ നമുക്കൊരു വൈഡ് ആംഗിൾ വിഷൻ കൊടുക്കാൻ പറ്റും. മീൻസ് എല്ലാ കാര്യത്തിലോട്ടും ഇത്രയും കൂടെ ഇറങ്ങി ചെന്നിട്ട് അത് സ്റ്റഡി ചെയ്യാൻ പറ്റും. അവരുടെ ഏരിയ കുറയും തോറും അവർക്ക് ഇത്രയും കൂടെ ആക്ഷൻ എടുക്കാൻ പോസിബിൾ ആണ്. സോ ഹി ഷുഡ് സീ ദാറ്റ് ദ വർക്ക്സ് ആർ ക്യാരിഡ് ഔട്ട് ആസ് പെർ ദ പ്ലാൻസ് ആൻഡ് എസ്റ്റിമേറ്റ്സ് വിത്ത് ഈച്ച് ഡീവിയേഷൻ, ഇഫ് എനി, duty authorized by the competent authority. He has to maintain proper accounts for the expenditure incurred on works according to rules and regulations. In this task, he is assisted by divisional accountant. He has to prepare completion report for works and close the accounts for such works. He has to tour the division and inspect the works in progress. He has to guide deputy executive engineers, assistant executive engineers, overseers, supervisors. He is also responsible for preparing plans, estimates of schemes to be taken up in future, checks the structural stability of all government building in his jurisdiction and provide for repairs if necessary, utilizes the power of fixing rents for buildings required for government offices, invites tenders and fixes the contracting agency within the financial powers, checks measurement of work in some important cases. So what he does is executive engineer കീഴിൽ പിന്നെയും വർക്ക് ലോഡ് ഉണ്ട്, ബട്ട് നമ്പർ ഓഫ് വർക്ക്സ് കുറവാണ്. സോ വരുന്ന വർക്ക് കൂടുതൽ ഡീപ്പിൽ പോകാനും പഠിക്കാനും പറ്റുന്നതാണ്. സോ അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രോഗ്രസ്സും വർക്ക് എങ്ങനെയാണ് നടക്കുന്നത്, ആസ് പെർ പ്ലാൻസ് ആൻഡ് എസ്റ്റിമേറ്റ് ആണോ, അതിന് വരുന്ന വർക്ക് ഡീവിയേഷൻസ് എന്താണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ബിൽഡിങ്സിൻ്റെയും കാര്യങ്ങൾ എല്ലാം നോക്കുന്നതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഇത്രയും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് ഹി വിൽ ഡു. നെക്സ്റ്റ് അതിൻ്റെയും അണ്ടറിൽ വരുന്നതാണ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. സോ ഈച്ച് ഡിവിഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സബ് ഡിവിഷൻസ്. സബ് ഡിവിഷൻ്റെ ഹെഡാണ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. സോ what he will do is arranges execution of works and completion of all original works in his subdivision, carries out regular checks of works in progress and ensures quality and quantity, ensures the execution of works according to plans, designs and specifications, carry out check measurement on the measurements recorded by assistant executive engineer or assistant engineer, carries out physical verification of all the measurement books in the subdivision periodically, maintain all buildings or roads or irrigation works and keeps relevant records as per the instruction of the executive engineer, reports to the executive engineer any unusual occurrence or damage to the government assets in his charge, and collects rent or revenue for land belonging to the department from tree yielding fruits which have been sanctioned.
ട്രീ yielding മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയും കിട്ടുന്ന ഇൻകം എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ബിക്കോസ് ഈച്ച് ഡിവിഷനും സബ് ഡിവിഷൻ ഉണ്ടാവും. സബ് ഡിവിഷൻ നോക്കുന്നതാണ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഇനി അതിൻ്റെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. സോ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സബ് ഡിവിഷനിൽ വരുന്ന സെക്ഷൻ നോക്കുന്ന ആളാണ്. സോ ആ സെക്ഷനിൽ ചിലപ്പം 1-2 വർക്കേ ഉണ്ടാവുള്ളൂ. സോ ഏറ്റവും കൂടുതൽ വർക്ക് താഴത്തോട്ട് ഇറങ്ങി ചെന്ന് നോക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. സോ ആ ഒരു ട്രീയുടെ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈച്ച് സബ് ഡിവിഷൻ ഇസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് സെക്ഷൻസ്. ഓൺ ഈച്ച് സെക്ഷൻ ഈസ് ഹെഡഡ് ബൈ എ സെക്ഷൻ ഓഫീസർ, AE or AE whatever. The section officer is responsible for the works in his section for execution. He has to interpret the drawings and specifications to the field staff and ensure quality in construction. വർക്കേഴ്സിലോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഇവരാണ് മെഷർമെന്റ് ബുക്കിൽ മെഷർമെന്റ് റീഡിങ്സ് എല്ലാം എടുക്കുന്നത്. വർക്കേഴ്സിന്റെ അറ്റൻഡൻസ് മസ്റ്റർ എല്ലാം നോക്കുന്നത് ഇവരാണ്. സോ he has to maintain and make attendance of daily wage laborers ഓൺ ഫോം നോൺ ആസ് നോമിനൽ മസ്റ്ററോൾ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് മസ്റ്ററോൾ എന്ന് പറയുന്നത്. സോ മസ്റ്ററോൾ എല്ലാം ഡീൽ ചെയ്യുന്നത് ഈ സെക്ഷൻ ഓഫീസറാണ്. കാരണം സെക്ഷന്റെ കീഴിലാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് സെക്ഷൻ എന്ന് പറയുന്നത്. ദ മെഷർമെന്റ് ഓഫ് വർക്ക്സ് ഇൻ ഹിസ് സെക്ഷൻ in MBOK can prepare bills and send them to the DE for approval. So section ഓഫീസറിൽ തന്നെ സെക്ഷനിൽ വരുന്നതാണ് ഓവർസിയർ. സോ വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എൻ ഓവർസിയർ? An overseer, also called supervisor or a foreperson, performs a job title that entails providing instructions and guidance orders to junior employee. At the same time, an overseer is held responsible for the works and actions his subordinates. Overseers typically supervise factory, construction and other manual labor. Supervisor neയാണ് overseer എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഓർഗനൈസേഷണൽ ട്രീയിൽ വരുന്നത് ഓഫ് എ PWD or PSU. സ്റ്റാർട്ടിങ് PWD കേസിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ മിനിസ്റ്റർ, സെക്രട്ടറി, ദെൻ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഓർഗനൈസേഷൻസിലും ഒരേപോലെയാണ്. ചീഫ് എഞ്ചിനീയർ, സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ or whatever the junior subordinate staffs. Okay, then it is public sector or public sector organization. അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. Public sector unit or PSU. So organization needs effective planning. Organization can be defined as a pattern of ways in which a large number of people engaged in a complexity of tasks relate themselves to each other in a systematic establishment and accomplishment of mutually agreed purposes. So what is an organization? It's a different kind of people at different stages mutually related to perform a task. ഔട്ട്പുട്ട് ഒരു കോമൺ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ലെവലിൽ നിന്ന് ഓരോ പേഴ്സണെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എ കൺസ്ട്രക്ഷൻ കമ്പനി. ഇത് നമ്മൾ നോക്കിയതാണ്. ഇറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ദ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ബൈ ഗിവിംഗ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ആൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ PWDയുടെയും കണ്ടത്. ഓർഗനൈസേഷൻ ട്രീ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർഗനൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. And next, it provides adequate communication. It democrates the authority, responsibilities and duties of each individual or group. It coordinates or integrates and controls the activities of individual or group to achieve common objectives of the business enterprise or engineering project. ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ കാര്യങ്ങളാണിത്, ഫങ്ഷൻസ് ആണ്. അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് എൻ ഓർഗനൈസേഷണൽ ചാർട്ട്? ഇപ്പം നമ്മുടെ പബ്ലിക് സെക്ടറിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഒരു ചെയർമാൻ കം മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും. നെക്സ്റ്റ് അതിൻ്റെ കീഴിൽ വരുന്നതാണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൻ്റെ കൺട്രോളർ ഉണ്ടാവും, മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാവും, പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഉണ്ടാവും, MIS ആൻഡ് വിജിലൻസ് ഓഫീസർ, വിജിലൻസും കൂടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രാക്ടീസ് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിജിലൻസ്. ഈ മെയിൻ മാനേജിങ് ബോർഡിന്റെ കീഴിലാണ് ചീഫ് എഞ്ചിനീയർ വരുന്നത്. ആൻഡ് ചീഫ് എഞ്ചിനീയറുടെ കീഴിൽ ഓരോ മാനേജർ ക്ലെയിംസ്, റീജിയണൽ മാനേജർ, TNP എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് ആൻഡ് പ്ലാൻസ്. ഓക്കെ, സോ ചീഫ് എഞ്ചിനീയറിന്റെ അടിയിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ.
അതിനിവിടെ റെസിഡൻഷ്യൽ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. ഇനി റെസിഡൻഷ്യൽ എഞ്ചിനീയറിന്റെ കീഴിൽ വരുന്നതാണ് പർച്ചേസ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഉണ്ടാവും, മെക്കാനിക്കൽ ഉണ്ടാവും, സിവിൽ ഉണ്ടാവും. സോ ഇതിപ്പോൾ രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ടിട്ട് കുറേ സെക്ഷൻസ് ഉണ്ടാവും. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഒരുപാട് വേക്കൻസിയും ഇലക്ട്രിക്കലും മെക്കാനിക്കലും അതിനനുസരിച്ച് അതിന്റെ പ്രൊപ്പോർഷൻ കുറവായിരിക്കും. അതാണ് രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജെഇ സിവിൽ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറിന്റെ ഇടയിൽ ഓഫീസർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ഉണ്ടാവും, ഒരു ക്യാഷ്യർ ഉണ്ടാവും. സോ ഇതാണ് ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെയും ഡ്യൂട്ടീസ് ഓഫ് ദ ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്നത് PWDയിൽ ചീഫ് എഞ്ചിനീയർ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആണെങ്കിൽ ഇത് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിരിക്കും. ആൻഡ് ദ എമൗണ്ട് ബഡ്ജറ്റ് സാങ്ഷൻ ചെയ്യുന്ന അവരാണ്. സോ ദ ചീഫ് എഞ്ചിനീയർ ഇൻ ദ കൺസ്ട്രക്ഷൻ കമ്പനി റെസ്പോൺസിബിൾ ഫോർ an engineer works in the company. He prepares the budget required for the works and gets sanction from the MD and board of directors. He also keeps a close watch on the expenditure of works that ensures the amount to spend. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അതുപോലൊക്കെ തന്നെയാണ്. ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ബിഡ്സ്. So government or any enterprise may call for tender to undertake the works in their concern. So whatever be the organization, preparation of bids is a common thing. State governments or central governments will ask to submit tenders for the works. In such case, the engineering department of the company has to bid for the tender. They have to quote the rates such that their company gets a tender. In bidding, they should be careful in quoting the rates. They have to accept the conditions of the government or enterprise. സോ നമ്മൾക്ക് അറിയാവുന്നതാണ് ബിഡ് പ്രിപ്പറേഷൻ. ഒരു വർക്ക് ഇപ്പോൾ നമ്മൾ എടുക്കണമെങ്കിൽ എസ്റ്റിമേഷൻ ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് റെസിഡന്റ് എഞ്ചിനീയർ. ദ റെസിഡന്റ് എഞ്ചിനീയർ ഈസ് ഓൺലി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക്സ് ദാറ്റ് ആർ അലോട്ടഡ് ടു ഹിം. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെസിഡൻഷ്യൽ എഞ്ചിനീയർ. നമ്മൾ പറഞ്ഞു എ അല്ല ഇക്ക് ഈക്വലന്റ് ആണ്. സോ അതിൻ്റെ കീഴിൽ വരുന്നതാണ് എഇ, ജെഇ സിവിൽ, ജെഇ ഇലക്ട്രിക്കൽ, ജെഇ മെക്കാനിക്കൽ എല്ലാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്, ടെമ്പററി എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ആൻഡ് ഡെയിലി വേജ് ലേബർ ഓർ കാഷ്വൽ ലേബേഴ്സ് ഉണ്ട്, NMR ഉണ്ട്, നോമിനൽ NMR എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല കേട്ടോ. സോ ഇത്രയുമാണ് 4 എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉള്ളത്. പെർമനന്റ് ഒരു റെഗുലർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് പെർമനന്റ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾക്കറിയാം പെർമനന്റ് പോസ്റ്റിൽ ഇരിക്കുന്നവരുണ്ടാവും, ടെമ്പററി പോസ്റ്റിൽ ഇരിക്കുന്നവരുണ്ടാവും, കോൺട്രാക്ട് ലേബേഴ്സ് ഉണ്ടാവും. സോ അതാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഉള്ളതാണ് AE, AEE, DEE, depending on the volume of the normal work in each division. The employees working against the sanctioned permanent post constitute the permanent establishment. The salary of the employees of the permanent establishment is drawn upon their regular pay bill forms. The service conditions of these employees are governed by the relevant civil service rules in respect of pay allowances, leave, pension and other privileges. So ഒരു പെർമനന്റ് എംപ്ലോയിക്ക് ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അതിന് അവർക്ക് വേണ്ട അലവൻസസും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാവും. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ CSS, സിവിൽ സർവീസസ് rules, CSR ആണ്. Next comes a temporary establishment. So if at any time the magnitude of work in any division increases to an extent that is beyond the capacity of the permanent establishment to cope with it, the government may sanction additional temporary posts. So why temporary establishment എന്ന് പറയുന്നത്, in some cases എപ്പോഴെങ്കിലും നമ്മളുടെ വർക്ക് ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി പോവുകയാണെങ്കിൽ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യുന്ന അഡീഷണൽ വർക്ക് ഫോഴ്സ് ആണ് ടെമ്പററി പോസ്റ്റ് എന്ന് പറയുന്നത്. The incumbents on such additional posts from the temporary establishments, these posts can be discontinued when the workload is reduced and their continuation is no longer justified. So വർക്ക് കുറയുമ്പോൾ അവരെ വർക്കിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് അവരുടെ ജോലി ഒരിക്കലും പെർമനന്റ് അല്ല, ഫോർ എ ടെമ്പററി പീരീഡ്, കുറച്ച് ഷോർട്ട് പീരീഡിൽ വേണ്ടിയിട്ടാണ് temporary establishments വിളിക്കുന്നത്. Temporary employees are likely to be retrenched or reverted when the posts are discontinued. Next is work charged establishment. So it becomes necessary to employ lower levels of supervisory staff for the actual execution of works for supervision of labours. These persons are employed on a monthly basis and their pay is charged to the works. So ഇത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം
ഓൾമോസ്റ്റ് ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ വർക്ക് കൂടുന്നതിനനുസരിച്ചല്ല, ഇപ്പം ഈ സൂപ്പർവിഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു മന്ത്ലി എമൗണ്ടിന്റെ ബേസിൽ വർക്ക് നോക്കാൻ വേണ്ടി കുറച്ച് ലേബേഴ്സിന് വെക്കും. ലൈക്ക് ഡെയിലി വേജ് അല്ല, കുറച്ച് ഡ്യൂറേഷനിലോട്ട്, ലൈക്ക് മെയിൻ്റെനൻസ് ആക്ടിവിറ്റീസിന് വേണ്ടി എപ്പോഴും മെയിൻ്റെനൻസ് നോക്കാൻ ഒരാളെ വേണം, ഒരു പമ്പ് മാൻ, അങ്ങനെയൊക്കെ വരുന്ന വേക്കൻസിയിലോട്ട് നമ്മൾ ആ ഒരു വർക്കായിട്ട് അയാൾക്ക് അത് കൊടുക്കുവാണ്. സോ മന്ത്ലി ബേസിൽ പേയും ചെയ്യും. സോ അങ്ങനെ കൊടുക്കുന്നതിനാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. Their pay is drawn in the form of a pay bill of work charge establishment. The expenditure towards their salary is to be justified by the outturn of the work. This amount generally should not exceed 2.5% of the estimated cost provided under petty supervision charges. അവർക്ക് വലിയ പ്രിവിലേജസ് ഒന്നും ഉണ്ടാവില്ല പെർമനന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന പോലെ. പക്ഷെ അവരുടെ വർക്ക് ഇത്രയും കൂടെ സെക്യൂർഡ് ആണ്. ലൈക്ക് എവറി മന്ത് ഇപ്പം നമ്മൾക്ക് അത് ഉണ്ടാവും. ടെമ്പററി എസ്റ്റാബ്ലിഷ്മെന്റ് വെന്നെവർ ആ വർക്ക് തീരുന്നോ അല്ലെങ്കിൽ ലോഡ് കുറയുന്നോ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു വിടും. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവർക്ക് പെർഫോം ചെയ്യുന്ന ഒരു വർക്ക് നമ്മൾ കൊടുക്കുവാണ്. സോ മന്ത്ലി നമ്മൾ പേ ചെയ്യും അതിനനുസരിച്ച്. പക്ഷെ വലിയ അലവൻസസ് ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. Next is daily wage or casual labor. Daily wage labor is employed for the departmental execution of the work. The payment to this labor is made on the basis of the attendance marked on the muster rolls and charged directly to the work. Daily wage labor can be employed as and when required and there is no obligation regarding their continued employment. Daily wage laborers അതുപോലെ തന്നെ മെയ്സൺ അങ്ങനത്തെ വർക്ക് ചെയ്യാനുള്ളവരെ ഇപ്പം നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുന്ന പോലെ തന്നെ ഓരോ ദിവസത്തെ ശമ്പളം അവരുടെ അറ്റൻഡൻസിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതിനെയാണ്. How their employment should be justified by outturn of the work. Daily wage labor is not entitled to any other privileges such as leave, traveling allowance, etc. So വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് പോലെ തന്നെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കിയിട്ടാണ് ഡെയിലി വേജ് ലേബറും നിശ്ചയിക്കുന്നത്. ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഇസ് വർക്ക് ചാർജിൽ മന്ത്ലി ബേസിസിലാണ്, ഡെയിലി വേജിൽ ഡെയിലി അറ്റൻഡൻസിന്റെ ബേസിസിലാണ്. ദെൻ വാട്ട് ഈസ് NMR, നോമിനൽ മസ്റ്റർ റോൾ എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിനാണ് നോമിനൽ, ആ രജിസ്റ്റർ ആണ് നോമിനൽ മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. സോ എ മസ്റ്റർ റോൾ ഇസ് എ റെക്കോർഡ് ഓഫ് അറ്റൻഡൻസ് ഓഫ് ഡെയിലി ലേബേഴ്സ്, ദ എമൗണ്ട് പേയബിൾ ടു ദം ആൻഡ് വർക്ക് കംപ്ലീറ്റഡ് ബൈ ദം. എവറിത്തിങ് ഇസ് റെക്കോർഡഡ് ഓൺ നോമിനൽ മസ്റ്റർ റോൾ. The attendance of labor is marked in NMR by the section officer or by his authorized work assistant. Occasionally, the attendance is checked by DE or EE during their inspection. So, section officer ആണ് NMR നോക്കുന്നത്. മെയിൻലി സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ അയാളുടെ അസിസ്റ്റന്റോ. അത് ഒക്കേഷണലി ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെക്ക് ചെയ്തിട്ട് കൗണ്ടർ സൈൻ ചെയ്യും. The section officer should check the NMR daily for large works. The laborers are paid weekly, fortnightly or monthly or other stages of work depending upon the requirements. When payment has to be made, the NMR is closed for the period. So payment ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റർ റോൾ ആ പീരീഡിലോട്ട് ക്ലോസ് ചെയ്ത് വെക്കും. സോ വൈ വി ആർ കീപ്പിംഗ് നോമിനൽ മസ്റ്റർ റോൾ ഇസ് ദാറ്റ് ലേബേഴ്സിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് അലോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ ദാറ്റ് ഇസ് പേയ്മെന്റ് ഈസ് അലോട്ടഡ് based on their outturn. വർക്ക് എത്ര അവർ തന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഷുഡ് ഓൾസോ ബി മാർക്ഡ് ഇൻ NMR. The works done under various categories measured and entered in measurement book. The muster roll is completed by the section office indicating the amount payable to each labor and total amount payable and the outturn of work. So that is NMR. Next, NMR ന്റെ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it consists of two parts. First, a record of daily attendance, then details of work. Daily attendance ഓരോ കോളം ഉണ്ടാവും. ഫോർ നെയിം ഓഫ് ലേബേഴ്സ്, their designation, father's name, dates of attendance, rates of wages, total amount payable to each labor, then total amount of the muster, signature of the person preparing the muster roll and that of the person preparing the muster roll and that of the officer verifying the roll for making payment are also recorded in this part. That is record of daily attendance. കൗണ്ടർ സിഗ്നേച്ചർ അടക്കം എല്ലാം ഡീറ്റെയിൽസും ഉണ്ടാവും. ആൻഡ് പാർട്ട് 2 എന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് ഓഫ് വർക്ക്സ് ആണ്. സോ വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് വർക്ക്സ്? ഇറ്റ് കണ്ടെയ്ൻസ് എ റെക്കോർഡ്, നെയിം ഓഫ് ദ വർക്ക്, ടൈപ്പ് ഓഫ് ജോബ് എക്സിക്യൂട്ടഡ് ആൻഡ് മെഷർമെന്റ്സ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് യൂസ്ഡ്. ദ ക്രോസ് റെഫറൻസ് ഡീറ്റെയിൽസ് ലൈക്ക് മെഷർമെന്റ് ബുക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഔട്ടേൺ ഓഫ് വർക്ക് നമ്മൾ NMR മാർക്ക് ചെയ്യുന്നു. പക്ഷെ NMR ത്രൂ ഔട്ട് ആ ഫുൾ മെഷർമെന്റ് ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യില്ല.
ഒരു അബ്സ്ട്രാക്റ്റ് ഉള്ള രീതിക്ക് എഴുതുള്ളൂ. സോ ഫുൾ മെഷർമെന്റ് ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യുന്ന മെഷർമെന്റ് ബുക്കിലാണ്. സോ മെഷർമെന്റ് ബുക്കിന്റെ ഏത് ഭാഗത്താണ് ഈ അന്ന് ചെയ്ത വർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷർമെന്റ് ബുക്കിന്റെ പേജ് നമ്പറും ഇൻ വിച്ച് എല്ലാം നമ്മളുടെ ഈ പാർട്ട് 2 എഴുതണം. സോ നമ്മൾക്കത് ക്രോസ് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നടക്കുന്ന ഇപ്പം NMR നോക്കി കഴിഞ്ഞ് അന്നത്തെ ദിവസം ഇന്ന വർക്ക് ചെയ്തു. സോ ഈ മെഷർമെന്റ് ബുക്കിൽ ഈ പേജ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ മെഷർമെന്റ്സ് കിട്ടുന്നുള്ള രീതിക്കാണ് NMR നോമിനൽ മസ്റ്റ് റോൾ പ്രിപ്പയർ ചെയ്യുന്നത്. So these are the types of establishment in engineering departments: permanent establishment, temporary, work charge establishment and daily wage labor. Next NMR ഫോർമാറ്റും ഇതിപ്പോൾ നമ്മൾ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് PWD നോക്കി, PSCU നോക്കി. So thank you.